ഒരു സഖാവെന്ന നിലയിലുള്ള ഉത്തരവാദിത്വം നിർവഹിച്ചു എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല അൻവറിന് ഈ വിഷയത്തിൽ എന്ന് താങ്കൾ പറഞ്ഞു. അന്വേഷണം വരുമ്പോൾ സ്വാഭാവികമായും അൻവറിന് തെളിവുകൾ നൽകി രംഗത്ത് വരും എന്ന് പറഞ്ഞു. അതൊക്കെ സാങ്കേതികമായ കാര്യങ്ങളാണ്. പക്ഷേ ഒരൊറ്റ കൂടിക്കാഴ്ചയിൽ അൻവർ ഈ വിധം നിശബ്ദമാകണമെങ്കിൽ അതിനെന്ത് കാരണമായിരിക്കും ഉണ്ടാവുക എന്ന് താങ്കൾക്കൊരു ഒരു ധാരണയുണ്ടോ ശ്രീ വി ആർ അനൂപ്? മാത്രമല്ല ശ്രീ എച്ച് സജീവൻ ഇവിടെ പറഞ്ഞു ഇതുകൊണ്ടൊന്നും ഇത് ഒരു ആദ്യഘട്ടം മാത്രമാണ്, രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നു കഴിഞ്ഞു. അതായത് അവർ പോലും കരുതാത്ത മാനങ്ങളിലേക്ക് ഇതിൻ്റെ അന്വേഷണങ്ങളും തുടർ നടപടികളും ഒക്കെ പോകാൻ പോകുന്നു, സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന മട്ടിൽ. അങ്ങനെ താങ്കൾ കരുതുന്നുണ്ടോ? അതിനു മുമ്പ് ഈ ചർച്ചയോട് പ്രതികരിച്ചൊരു കാര്യം പറയട്ടെ. അജിത് കുമാർ ഈ ചർച്ച കേട്ടിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ കേസ് ഒരു സംശയവുമില്ലാതെ ഹസ്കർ വക്കീലിനെ ഏൽപ്പിച്ചേനെ. എത്ര നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഉളുപ്പില്ലാതെയാണ് അദ്ദേഹം ഈ അജിത് കുമാറിനെ പോലെ ഒരാളെ ന്യായീകരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് അജിത് കുമാർ എബ്രഹാം ലിങ്കൻ ആണെന്നാണ്, വളരെ സാധാരണ നിലയിൽ നിന്ന് പഠിച്ച് ഉയർന്നു വന്നൊരു മനുഷ്യനാണെന്നാണ്. ഈ സുജിത് ദാസ് ഇത് കേട്ടിരുന്നെങ്കിൽ ഈ ഹസ്കർ വക്കീലിനോടുള്ള കടപ്പാട് DGP ആവുന്നത് വരെ അൻവറിനോട് കടപ്പാടുണ്ടാവും എന്ന് പറഞ്ഞ പോലെ കടപ്പാട് പുലർത്തിയേനെ. അദ്ദേഹം പറയുന്നത് ഇപ്പോഴും വളരെ സാങ്കേതികത്വം വെച്ച്, അദ്ദേഹം ഒരു അഭിഭാഷകനാണ്, ഞാനൊരു അഭിഭാഷകനാണ്, നിയമവും സാങ്കേതികത്വവും വെച്ച് ഇങ്ങനെ ഊഞ്ഞാലാടരുതാണ് എന്നാണ് അദ്ദേഹത്തോട് പറയാനുള്ളത്. ഇതിന് തെളിവില്ല, നാളെ ഇദ്ദേഹത്തിൻ്റെ തന്നെയാണ് ശബ്ദം എന്ന് ഉറപ്പുണ്ടോ, ഈ സ്ഥലം മാറ്റം എന്ന് പറയുന്നത് ശിക്ഷാ നടപടിയല്ല, നിയമവും ചട്ടവും പറഞ്ഞൊക്കെ ഇങ്ങനെ ഒരാളെ രക്ഷിക്കാനൊരു ചാനൽ ചർച്ചയിൽ അദ്ദേഹം സ്വയം പരിഹാസ്യനാവരുത് എന്നാണ് പറയാനുള്ളത്. അദ്ദേഹം അൻവറിനെ കുറിച്ച് പറയുന്നത് എന്താ? അൻവർ പറയുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് ബോധ്യമല്ല, കമ്മ്യൂണിസ്റ്റ് ശൈലിയല്ല. അൻവർ ഇപ്പോഴും CPM പാർട്ടി മെമ്പർ അല്ല. പക്ഷേ P ശശി ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റ് രീതിയാണോ ഹസ്കർ വക്കീലെ? പിണറായി വിജയൻ ഇപ്പോഴും ഇവരെ സംരക്ഷിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് നൈതികതയാണോ? നിങ്ങൾ വെറുതെ സാങ്കേതികമായ സംഘടനാ തത്വം പറഞ്ഞ് ഇതുപോലെ വൃത്തികെട്ടവരെ സംരക്ഷിക്കുന്ന ഈ അധോലോക ശൃംഖലയുടെ ഒരു വശത്ത് നിൽക്കുന്നത് പിണറായി വിജയൻ തന്നെയാണ്. പിണറായി വിജയൻ അഡീഷണൽ DGPയെ സംരക്ഷിക്കുന്നിടത്തോളം കാലം അദ്ദേഹത്തിൻ്റെ കൈകൾ ശുദ്ധമല്ല, അദ്ദേഹത്തിനും ഭയക്കാനുണ്ട്. ഇന്ന് കഴിഞ്ഞ ദിവസം സുജിത് ദാസ് ഒരു ഫോൺ സംഭാഷണത്തിൽ മറ്റ് SP-മാരെ കുറിച്ച് പറയുന്നത് നമ്മൾ കേട്ടു. അദ്ദേഹം ഈ പാലക്കാട്ട് SP എന്ന് പറയുന്നത് അടിമക്കണ്ണാണ്. ആരുടെ അടിമക്കണ്ണ്? അഡീഷണൽ DGP അജിത് കുമാറിൻ്റെ അടിമക്കണ്ണാണ്. ഇന്ന് കേരളം കാണുന്നത് ADGPയുടെ അടിമക്കണ്ണാണ് പിണറായി വിജയൻ എന്ന നിലയിലാണ്. ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചു. അന്വേഷണം പ്രഖ്യാപിക്കുമ്പോഴും അത് കൊടുക്കുന്ന മെസ്സേജ് എന്താ? അദ്ദേഹത്തിനെതിരെ ഒരു നടപടിയില്ല, ലോ ആൻഡ് ഓർഡറിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റുന്നില്ല, മുഖ്യമന്ത്രി ആരുടെ കൂടെയാണ് എന്ന് വ്യക്തമായ മെസ്സേജ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൊടുത്തു കഴിഞ്ഞു. അൻവറിനെ സംബന്ധിച്ച് CPM എന്ന പാർട്ടിയിൽ തുടരണമെങ്കിൽ പിണറായി വിജയനെ അനുസരിച്ചേ മതിയാവൂ. പിണറായി വിജയന്റെ ഇംഗിതം എന്താണ് എന്ന് ഇന്നത്തെ ചർച്ചയോടുകൂടി അൻവറിന് മനസ്സിലായി. അൻവർ ആദ്യഘട്ടത്തിൽ കയ്യടിക്ക് വേണ്ട ചില കാര്യങ്ങൾ ചെയ്തു. അദ്ദേഹം പറയുന്നത് അൻവറിന്റെ മുൻകാല നിലപാടുകളോടൊക്കെ വിയോജിച്ചുകൊണ്ട് അൻവർ ചെയ്യുന്നതിൽ പ്രതീക്ഷ അർപ്പിച്ച ചില ആളുകളുണ്ട്. നമ്മൾ പോലും അൻവർ ചെയ്തതിനെ പോസിറ്റീവായി ഒരു പരിധിവരെ കണ്ട ആളുകളാണ്. പക്ഷെ അൻവർ ഇപ്പോഴെന്താണ് ചെയ്യുന്നത്? ഒരു മഞ്ഞുമലയുടെ ഒരു അറ്റം തുറന്നു കാട്ടുന്നു. അദ്ദേഹം പറയുന്നു ഇത്രയും വിവരങ്ങൾ എൻ്റെ കയ്യിൽ, ഞാൻ പറയുന്നു ഇനിയും വിവരങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. ഒരു ബ്ലാക്ക് മെയിലിങ്ങിൻ്റെ ഭാഷയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം കീഴടങ്ങുന്നു. ഇവിടെ അൻവർ മുന്നോട്ട് വെക്കുന്നതിൽ നിന്ന് അൻവർ പിന്നോട്ട് പോയിരിക്കുന്നു. സജീവൻ സാർ പറഞ്ഞൊരു കാര്യത്തോട് ഞാൻ പരിപൂർണമായി യോജിക്കുകയാണ്. അൻവർ പിന്നോട്ട് പോയാലും പിന്നോട്ട് പോയില്ലെങ്കിലും ഈ കേസിൽ അടിസ്ഥാനപരമായ ചില വസ്തുക്കൾ നിലനിൽക്കും. പല ആളുകളും പരാതിയുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ വിജിലൻസ് കേസുമായി മുന്നോട്ട് വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അൻവർ നടത്തിയ വെളിപ്പെടുത്തലുകൾ പബ്ലിക് ഡൊമൈനിൽ ലഭ്യമാണ്. അൻവർ പോലെ അവസാന ഘട്ടത്തിൽ ഒരു പരിശ്രമം നടത്തി നോക്കി. അൻവർ ഇവിടെ ചില KC വേണുഗോപാലിനെയൊക്കെ പരാമർശിക്കാൻ ചില പരിശ്രമങ്ങൾ നടത്തി. പക്ഷെ KC വേണുഗോപാൽ അതിനെ എത്ര കൂളായിട്ടാണ് നേരിട്ടത്? KC വേണുഗോപാൽ പറഞ്ഞത് എന്താ? എന്നെക്കുറിച്ച് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അന്വേഷണം നടത്തി. ആഭ്യന്തര വകുപ്പ്, അമിത്ഷായുടെ ആഭ്യന്തര വകുപ്പ് അന്വേഷണം നടത്തി, CBI ക്ലീൻ ചിറ്റ് കൊടുത്തു. അമിത്ഷായെ മൈൻഡ് ചെയ്യാത്ത ഒരാൾക്ക് എന്ത് അൻവറാണുള്ളത്? ഇദ്ദേഹം ഈ പറയുന്ന അൻവറിന്റെ അന്വേഷണത്തിന്റെ ഔദാര്യം, പിണറായി വിജയന്റെ അന്വേഷണത്തിന്റെ ഔദാര്യം ആവശ്യമില്ല, ഇനി വേണമെങ്കിൽ ഇനിയും അന്വേഷിച്ചോട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത്. അതേസമയം പിണറായി വിജയൻ ഈ ഉയർന്ന ആരോപണങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഇവിടെ ഹസ്കർ പറയുന്നത് എന്താ? ഒരു പോലീസ് അസോസിയേഷന്റെ സമ്മേളനത്തിൽ പോയി അദ്ദേഹം പ്രസംഗിച്ചു എന്നാ. കയ്യടി കിട്ടാൻ പ്രസംഗിക്കാൻ ആർക്കാ കഴിയാത്തത്? ഇതിനു മുമ്പ് പിണറായി വിജയൻ പ്രസംഗിച്ചിട്ടുണ്ട് ഇന്ദ്രനും ചന്ദ്രനും എന്നെ തടുക്കാൻ കഴിയില്ല എന്ന് RSSന്റെ കാര്യത്തിൽ. എന്നിട്ട് അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ RSSന് അധികാരത്തിന്റെ അകത്തലങ്ങൾ തുറന്നു കൊടുത്ത് കണ്ടു.
വെറും പ്രസംഗം മാത്രമാണ് പിണറായി വിജയൻ എന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. ഇവിടെ വളരെ കൃത്യമായി ഇതിനൊക്കെ നേരിടുമെന്ന് പറയുന്നു. പക്ഷേ ആരോപണ വിധേയരായ ആളുകളെ സംരക്ഷിക്കുന്ന ഒരു സമീപനം നടത്തുന്നു. അവിടെ ഒരു വശത്ത് കയ്യടി നേടുന്നു, മറുവശത്ത് ഇവരുടെ കൂടെയാണെന്ന് പ്രഖ്യാപിക്കുന്നു. പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെ സംരക്ഷിക്കുന്നു, അഡീഷണൽ DGPയെ സംരക്ഷിക്കുന്നു. വളരെ കൃത്യമാണ്. പക്ഷേ പിണറായി വിജയൻ വിചാരിച്ചാലും അൻവർ വിചാരിച്ചാലും ഇതിനകത്തൊരു ഒത്തുതീർപ്പ് സാധ്യമല്ലാത്ത വിധത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോയിരിക്കുന്നു. പ്രതിപക്ഷമുണ്ട്, പൊതുസമൂഹമുണ്ട്. ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ വളരെ ഗുരുതരാണ്. അദ്ദേഹം പറയുന്നത് അജിത് കുമാർ വളരെ പരിശുദ്ധനായ ഉദ്യോഗസ്ഥനാണെന്നാണ്. ഭാസ്കർ ഒരു ഇടതുപക്ഷ അനുഭാവിയല്ലേ? VS സുനിൽകുമാറിനെ കുറിച്ച് എന്താണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം? VS സുനിൽകുമാറിനെ പോലെ കേരളത്തിന്റെ മന്ത്രിയായിരുന്ന ഒരാൾ തൃശ്ശൂരിലെ ലോക്സഭാ സ്ഥാനാർത്ഥിയായിരുന്നത് അദ്ദേഹം ഇന്ന് ഉന്നയിച്ചു. പോലീസ് വളരെ കൃത്യമായ ഇടപെടൽ നടത്തിയിട്ടുണ്ടെന്ന്. ഭാസ്കർ വക്കീലിന് എന്താണ് പറയാനുള്ളത്? വളരെ കൃത്യമായി കേരളത്തിൽ ആഭ്യന്തര വകുപ്പിന്റെ മുഖം നഷ്ടപ്പെട്ടിരിക്കുന്നു. പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പ് വിവസ്ത്രമായിരിക്കുന്നു. അത് എന്തെങ്കിലും താൽക്കാലികമായ ഒരു പരിഹാര ക്രിയകൾ കൊണ്ട് പരിഹരിക്കാവുന്നത്ര ലളിതമല്ല. വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. അൻവർ കീഴടങ്ങിയാലും പിണറായി വിജയനെ സംബന്ധിച്ച് ഈ കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടും. ഇതിൻ്റെ ഒരറ്റത്ത് പിണറായി വിജയനാണ് എന്നുള്ള കാര്യം ഇവരെ സംരക്ഷിക്കുന്നിടത്തോളം കാലം പിണറായി വിജയനും എന്തെങ്കിലും ഭയക്കാനുണ്ടോ എന്ന നിലയിലേക്ക് ആളുകൾ സംശയിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.